ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഗ്രീൻ എംപ്ലസ് എന്ന് പറയുന്ന ഇനോക്കുലത്തിന്റെ മദർ കൾച്ചർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഈസി കമ്പോസ്റ്റർ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇനോക്കുലം ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രീൻ എംപ്ലസ് എന്ന് പറയുന്ന കൾച്ചറാണ്. ഇതാണ് അതിന്റെ മദർ കൾച്ചർ. ഇതാണ് നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് യാതൊരു സ്മെല്ലും ഇല്ലാതെ നമ്മുടെ വീട്ടിലെ ജൈവ മാലിന്യത്തെ വിഘടിപ്പിച്ച് വളമാക്കി ഏറ്റവും മികച്ച വളമാക്കി മാറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതിനകത്ത് മാത്രമാണ് ഈ കൾച്ചറുകളിൽ ട്രൈക്കോഡർമ എന്ന് പറയുന്ന സാധനം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കൾച്ചറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വളം ഒരു എൻറിച്ച്ഡ് കമ്പോസ്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള വളമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്, ഇനോക്കുലം പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈസി കമ്പോസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിപ്പോ ചകിരിച്ചോറാണ്. അപ്പോൾ ഇതൊന്നെങ്കിൽ നമുക്ക് ചകിരിച്ചോറ് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മരപ്പൊടി, അറക്കപ്പൊടി എന്നൊക്കെ പറയുന്ന ഈർച്ചപ്പൊടി എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ മില്ലുകളിൽ നിന്ന് കിട്ടും, അതെടുക്കാം. ഇത് നമ്മളൊരു 10 കിലോ ചകിരിച്ചോറ് എടുത്തു വെക്കുക, അല്ലെങ്കിൽ 10 കിലോ മരപ്പൊടി എടുത്തു വെക്കുക. നമ്മൾ ഈ കൾച്ചറിനകത്തുനിന്ന് ഒരു 100 ഗ്രാം പൗഡർ എടുക്കുക, അത് 2 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ചകിരിച്ചോറ് നന്നായിട്ട് വിരിച്ചിട്ടതിന് ശേഷം, ചകിരിച്ചോറ് അല്ലെങ്കിൽ അറക്കപ്പൊടിയോ നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം. അപ്പൊ ആ ഉണങ്ങിയ ചകിരിച്ചോറിന്റെ പുറത്തേക്ക് അല്ലെങ്കിൽ അറക്കപ്പൊടിയുടെ പുറത്തേക്ക് ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ തളിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാം, എന്നാലും നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യുക. ഗ്ലൗസ് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് ചാക്കിനകത്താക്കി 2 ദിവസം വെച്ചേക്കുക. 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം മുതൽ നമുക്കത് വേസ്റ്റിലേക്ക് ഇട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ വേസ്റ്റിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ബിൻ തീർച്ചയായിട്ടും ഒരു എയർ കടക്കുന്ന രീതിയിലുള്ള, വായു സഞ്ചാരമുള്ള രീതിയിലുള്ള ബിന്ന് ഉപയോഗിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. എന്നാലാണ് ആ ഒരു പർപ്പസ്, ആ ഒരു പ്രോസസ്സ് നന്നായിട്ട് നടക്കുന്നത്. അപ്പൊ എയറേഷൻ ഉള്ള ഒരു ബിൻ എടുക്കുക, അതിന്റെ താഴെ നമ്മുടെ ഈ ഒരു കൾച്ചർ ഒരു 2 ഇഞ്ച് തിക്നെസ്സിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേസ്റ്റ് ഇടുക. പിന്നീട് നമ്മൾ ഈ കൾച്ചർ വേസ്റ്റ് ഇടുമ്പോൾ അതിന്റെ മേളിൽ നമ്മുടെ ഈ കൾച്ചർ, ഈ ഈസി കമ്പോസ്റ്റർ അല്ലെങ്കിൽ ഇനോക്കുലം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബിന്ന് നിറഞ്ഞതിന് ശേഷം അതൊരു 30 ദിവസം മാറ്റി വെക്കുക. ആ 30 ദിവസത്തിനുള്ളിൽ ഏറ്റവും മികച്ച ഒരു വളം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ വളം ഉപയോഗിച്ച് നിങ്ങൾ നന്നായിട്ട് കൃഷി ചെയ്യുക. അപ്പൊ ഇതാണ് ശരിക്കും ഈ ഒരു പ്രോഡക്റ്റ് മിക്സിങ്ങിന്റെ റേഷ്യോ. ഇത് നമുക്ക് 1/2 kg പാക്കറ്റ് ആണ് വരുന്നത്. 50 കിലോ ഇനോക്കുലം അല്ലെങ്കിൽ ഈസി കമ്പോസ്റ്റർ നമുക്ക് ഉണ്ടാക്കാം. അത് ഉപയോഗിച്ച് 500 കിലോ വേസ്റ്റിലേക്ക് നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താം. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും നമ്മൾ ക്ലിയർ ചെയ്ത് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ജൈവമാലിന്യ സംസ്കരണം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.